എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെമസ്റ്റർ സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ സെമസ്റ്റർ സിസ്റ്റം BSc നഴ്സിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് 4 വർഷത്തെ കോഴ്സാണ് BSc നഴ്സിംഗ് എന്നത്. അപ്പോൾ BSc നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമസ്റ്റർ സിസ്റ്റം ആവാൻ നേരത്ത് 8 സെമ്മാണ് ഉള്ളത്. 8 സെമ്മിൽ ഒരു വർഷത്തിൽ 2 സെമസ്റ്റർ വീതമാണുള്ളത്. അങ്ങനെ മൊത്തം 8 സെമസ്റ്റർ ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും സെമസ്റ്റർ സിസ്റ്റം പാടാണോ എളുപ്പമാണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. സെമസ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള ഇതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരും, ടൈം ഒട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ എക്സാം എല്ലാം നമ്മൾ പഠിച്ചെഴുതണം. മൊത്തം 8 യൂണിവേഴ്സിറ്റി എക്സാമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചെഴുതിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാമിൽ ജയിക്കാൻ പറ്റുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമസ്റ്റർ സിസ്റ്റത്തിൽ കുറേയേറെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനായിട്ട് ഒരു 4 വർഷത്തെ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടെന്ന് പറയാം. അനാറ്റമി ഉണ്ടാവും, ഫിസിയോളജി ഉണ്ടാവും, പാത്തോളജി, ഫാർമക്കോളജി, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, മാനേജ്മെൻറ്റ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ. തന്നെ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഉഴപ്പുവാണെങ്കിൽ നമുക്ക് ഉഴപ്പാനേ സമയം ഉണ്ടാവുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 വർഷത്തെ കോഴ്സിനൊപ്പം തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പും ഉണ്ടാവും. അത് 8ാമത്തെ സെമസ്റ്ററിലാണ് നമുക്ക് ഇൻറ്റേൺഷിപ്പ് വരുന്നത്. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ ഫ്രീ ആയിരിക്കും, നമുക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ലായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈക്കാട്രിക് പോസ്റ്റിംഗ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ടാവും, ചൈൽഡിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടാവും, OBG പോസ്റ്റിംഗ് ഉണ്ടാവും, എല്ലാം നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പം നമ്മൾ ഇതിനെല്ലാം പ്രാക്ടിക്കൽ വൈസിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അറിവ് നേടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കടന്നു പോകും. അപ്പം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അതാത് രീതിയിൽ തന്നെ പഠിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പം സപ്ലി വരാതെ എല്ലാവരും നോക്കുക. പിന്നെ കൂടുതലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമസ്റ്ററിലും നമുക്ക് യൂണിവേഴ്സിറ്റി തിയറി എക്സാം ഉണ്ടാവും, പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും, വൈവ ഉണ്ടാവും, ഓസ്കി ഉണ്ടാവും. ഓസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കോളേജിലോ ലാബിലോ വെച്ച് നമ്മൾ ഡെമ്മീൻ്റെ പുറത്ത് ചെയ്യുന്നതിനെയാണ് ഓസ്കി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും, വൈവ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു 4th ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് സെമസ്റ്റർ സിസ്റ്റത്തിൽ യൂട്ടിലൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നന്ന് പഠിക്കാത്തൊരു കുട്ടിയാണ്. അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കാത്തൊരു കുട്ടിയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം, സെക്കൻഡ് ഇൻറ്റേർണൽ എക്സാം ഒക്കെ തുടങ്ങുന്ന സമയത്തിന് 2 ദിവസം മുന്നേ ആയിരിക്കും പഠിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ എൻ്റെ സെമസ്റ്റർ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിയിലേക്ക് കിട്ടുന്ന സമയത്ത് നന്നായിട്ട് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ എല്ലാ സെമ്മും പാസ്സായത്. 7th സെം വരെ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ 8th സെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫ്രീ ബേഡ്സ് ആയിരിക്കും. കാരണം നമുക്ക് ഒരു ഇതും ഇല്ലായിരിക്കും, വർക്ക് ലോഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരിക്കും. ഫുൾ പ്രാക്ടിക്കലായിരിക്കും. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ സെമസ്റ്ററിൽ പഠിക്കേണ്ട അതേ ഒരു വർക്ക് ലോഡും കാര്യങ്ങളും ഒന്നും ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് 8th സെമ്മിൽ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൂടുതൽ വീഡിയോ അറിയാനായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.